ഇന്ന് ഉത്രാടമാണ്. കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടില്ലേ? ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ക്ലീനിങ് പരിപാടികളൊക്കെ ഇന്ന് ചെയ്യുന്നത് ഉത്രാടത്തിന് ഞങ്ങൾക്ക് ഒരു കറങ്ങാൻ പോക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ നിൽക്കാതെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കൃത്യസമയത്ത് ഫുഡ് കഴിക്കേണ്ടത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ള സ്റ്റേജിലായതുകൊണ്ട് തന്നെ വിശക്കുന്നു എന്ന് എൻ്റെ വായിന്ന് കേട്ട വണ്ടി അവിടെ ചവിട്ടും. എന്താ അല്ലേ, ഞാനാണിപ്പോൾ ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ. ഫുഡെല്ലാം കഴിച്ച് നേരെ ഐ ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ. എനിക്കും കുട്ടൂസിനും കണ്ണ് കാണിക്കണമായിരുന്നു. എനിക്ക് പവർ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ഇവന് കണ്ണിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഐ ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിൽക്കുമായിരുന്നു. ചേട്ടൻ അവിടെ ഇരുന്ന് അവനെ കളിയാക്കുമായിരുന്നു കേട്ടോ. അവൻ്റെ കൂടെ ഡോക്ടറിനെ കാണാൻ കരുതി ചേട്ടനായിരുന്നു. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷനും ടെൻഷനും ഒക്കെ ചേട്ടൻ അവിടെ ഇരുന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം കൂടി അവർ മറന്നുപോയി. ഒരാളെ ഓപ്പോസിറ്റ് പോലീസിനെ കാണാൻ പറ്റിയില്ല. ഇതാണ് പഠിക്കാറുണ്ട്. അപ്പൊ ഇവന്മാരിങ്ങനെ ഇന്നലെ സിനിമ കാണാൻ പോയപ്പോഴത്തേക്ക് ഇറങ്ങിയപ്പോ മുത്തം എനിക്കുള്ള വരുന്നു. അപ്പൊ അവര് ട്രൈ ആവുന്നതിന്റെ ഡ്രോപ്സ് കഴിച്ചായിരുന്നു. അങ്ങനെ വെളിയിറങ്ങിയിരിക്കുക. എന്നോട് പറയാം ചേട്ടൻ ഒരു കാര്യം പറയുമ്പോൾ ഒരു ദിവസം ഓപ്പോസിറ്റ് ആളേക്ക് കാണാൻ പറ്റിയില്ല. എന്റെ അടുത്തൊന്നും പേര് കാണാൻ പറ്റിയില്ല. രണ്ട് കടികൾ വെക്കണേ. വീട്ടിൽ ഒരു തുള്ളി മതി. ഒരു തുള്ളി വെച്ച് 3 നേരമാണ്. ഒരു മാസത്തേക്കാണ്. ഒരു മാസം ഒഴിക്കണം കേട്ടോ. കഴിച്ചൂടാ. മീൻ ഇറച്ചൊന്നും കഴിച്ചൂടാ. ഇന്നലെ ആ മുരിങ്ങയില തോരൻ നിനക്ക് തിന്നൂടായിരുന്നു. അല്ല, സംഭവം ഇതെല്ലാം കണ്ണിന് പ്രശ്നങ്ങളെ പറ്റില്ലേ? ഇത് മുരിങ്ങയില തോരൻ തിന്നാ അവിടുന്ന് നേരെ പോയത് ഹെയർ കട്ട് ചെയ്യാനാണ് കേട്ടോ. എനിക്കും കുഞ്ഞിക്കും ഹെയർ കട്ട് ചെയ്യണമായിരുന്നു. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സലൂണാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഹെയർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തോ നമ്മൾ ഭയങ്കര സുന്ദരിയായ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ഇവിടെ വരുമ്പോഴൊക്കെ ലിൻഡെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. പണ്ട് കോളേജിലായിരിക്കുന്ന സമയത്ത് ഞാനും ലിൻഡയും കൂടെയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ വന്നത് റോങ് ടൈമിലായിപ്പോയി കേട്ടോ. അവരുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഇന്ന്. ഞാനിത് വിളിച്ച് നോക്കിയിട്ടുണ്ടായില്ല, ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇവരുന്ന് ഓപ്പൺ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ മുടി വെട്ടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ലുലുവിലും കൂടെ കയറി ചുമ്മാ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലുലുവിൽ കയറി. പിന്നെ ലുലുവിൽ കയറിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ഓണക്കോടി എടുത്തിട്ടുണ്ടായില്ല. സൈസ് പെട്ടെന്ന് മാറുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര മടിയാണ്. എന്താണെന്നറിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല എന്ത് ഡ്രസ്സ് എടുത്താലും. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു കഫ്താൻ നോക്കിയാലോ, അതാകുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് നല്ല കംഫർട്ടായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഫ്താൻ നോക്കി നടക്കുമായിരുന്നു ഞങ്ങൾ. പെട്ടെന്ന് എവിടുന്നോ ഒരു വിശപ്പ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഫുഡ് എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്ക് എന്തെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് ഡ്രസ്സ് നോക്കാം എന്ന് പറഞ്ഞു. എനർജി ലെവല് ഭയങ്കര ലോ ആയിപ്പോയി. അപ്പം ഫുഡ് കോർട്ടിലേക്ക് ആദ്യം പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തെങ്കിലും ലൈറ്റായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എല്ലാവരെയും മിസ് ചെയ്യുന്നു കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി UK തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഇവരെയൊക്കെ ഇങ്ങനെ കാണും. ആശുപത്രിയിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ലുലുവിൽ കയറി. ഇവന് കണ്ണ് കാണിക്കണമെന്ന് പറഞ്ഞ് ഇവനെയും കാണിച്ച് ചേച്ചിനെ കാണിച്ച് കുട്ടൂസ് അവന് കണ്ണിന് എന്തോ കാഴ്ച കുറവ്. ഡോക്ടർ പറഞ്ഞു നിനക്കൊരു ഗുരുവിൽ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. ഇന്നത്തെ ഒരു കുട്ടൂസായിരുന്നു കേട്ടോ. രാവിലെ മുതൽ അവനായിരുന്നു എല്ലാവരും കൂടി കളിയാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജ്യൂസ് കുടിക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു അവസാനം ഉണ്ടായത്. അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷോപ്പിലെത്തി. ഫ്രഷ് ജ്യൂസ്. എനിക്ക് ജ്യൂസിൽ അധികം മധുരം, ജ്യൂസിലൊന്നും മാത്രമല്ല ചായയിലാണെങ്കിലും അധികം മധുരമായിട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഓണവും പൂജവെപ്പും ഒക്കെ ആയിട്ട് ഇവർക്ക് ആർക്കും ക്ലാസ് ഒന്നും ഉണ്ടായില്ല. ഞങ്ങളവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ.
ഞാൻ ഓർഡർ ചെയ്തത് ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഗ്രേപ്പ് ജ്യൂസ് വന്ന് അതിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഗ്രേപ്പ് ജ്യൂസ് കുടിക്കാനൊരു കൊതി. പക്ഷേ കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും ഓറഞ്ചിലേക്ക് തന്നെ മാറി കേട്ടോ. അങ്ങനെ വിശപ്പൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ നേരെ കഫ്താൻ അന്വേഷിച്ചിറങ്ങി. ഇത് രസമായിരുന്നു കേട്ടോ. ചേട്ടൻ കുട്ടൂസിനോട് പറഞ്ഞു, എടാ പോയിട്ട് നീ ചോദിക്കുക അവിടെ കഫ്താൻ ഉണ്ടോ എന്ന് ചോദിക്കുമെന്ന് പറയാം. അപ്പോൾ ഇവൻ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പോയിട്ട് കഫ്താൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഭയങ്കര രസമായിരുന്നു, ക്യൂട്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു അത് കേൾക്കാൻ. ആദ്യം ഇവന് കഫ്താൻ എന്നുള്ള സാധനം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല, എന്താണ് സംഭവം എന്ന് ഇവനെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തു ഇതാണ് കഫ്താൻ എന്ന്. അങ്ങനെ അവന് മനസ്സിലായി, ഓക്കെ ഇതാണ് കഫ്താൻ. പിന്നെ കയറിയ കടകളിലെല്ലാം പുള്ളിക്കാരൻ ചോദിക്കുന്നുമില്ല, പോയി നേരെ നോക്കിയിട്ട് ഇല്ല ഇവിടെ ഇല്ല ഇറങ്ങിക്കോ എന്നുള്ള ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ ഉള്ള ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ഓണം വൈബിന് പറ്റിയ സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്തൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കി. സംഭവം കൊള്ളാം, പക്ഷെ എനിക്ക് ഓണത്തിന് ഇടാം, അതായത് നാളെ തിരുവോണമാണല്ലോ, അപ്പോൾ നാളെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്കൊരു ഓണം വൈബിലൊരു സെറ്റ് സാരി ആ ഒരു വൈബിലുള്ള ആ ഒരു മെറ്റീരിയലിലുള്ള സാധനമായിരുന്നു എനിക്ക് വേണ്ടത്. പക്ഷെ അത് അവിടെ ഉണ്ടായില്ല. അത് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, നാട്ടിലെത്തിയപ്പോഴേ ഓൺലൈനിൽ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു. ഏതെങ്കിലും കുറേ ഞാൻ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓർഡർ കൊടുത്ത് വരുത്തിയാൽ മതിയായിരുന്നു എന്ന് ഞാനിങ്ങനെ ഓർത്തു. പിന്നെ വാങ്ങിയില്ല കേട്ടോ. വാങ്ങാതെ പിന്നെ കുറേയൊക്കെ തപ്പി, എല്ലാവരും കൂടി ചേർന്നിട്ടൊക്കെ തപ്പിക്ക് തന്നു. പക്ഷേ ആ ഒരു സംഭവം ഇല്ലായിരുന്നു. പിന്നെ ചോദിച്ചു നോക്കി അവരുടെ അടുത്തും, എന്നിട്ടും കിട്ടിയില്ല. പിന്നെ ചുമ്മാ കണ്ണി കാണുന്ന കടകളിലൊക്കെ കയറി ഇറങ്ങി അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി. ലിപ്സ്റ്റിക്ക് 2-3 ഷെയ്ഡ് വാങ്ങണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇവിടെ കിട്ടാത്ത, നാട്ടിൽ മാത്രം കിട്ടുന്ന ബ്രാൻഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ നോക്കി, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കളറൊന്നും എനിക്ക് കിട്ടിയില്ല. ഒരു സാധനം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഒന്നിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരാത്തതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയില്ല. വെറുതെ കയറി നോക്കി, ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി. പിന്നെ ചുമ്മാ അവിടെ കറങ്ങി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നടന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഓണമൊക്കെ ആയത് കാരണം സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറിയപ്പോഴായിരുന്നു വൻ തിരക്ക്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴുണ്ടല്ലോ, അവിടെ അതിലും വലിയ തിരക്കായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇനി അടുത്ത പ്രാവശ്യം വെക്കേഷൻ വരുമ്പോഴത്തേക്ക് എന്തായാലും ഓണത്തിന് വരരുത്. കാരണം ഓണത്തിന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഓണം അടുത്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മളെ നാട്ടിലാണെങ്കിലും ശരി, നമ്മൾ കുറച്ച് ട്രിവാൻഡ്രത്തേക്കൊക്കെ വന്നാലും ശരി, എല്ലാ റോഡും ഭയങ്കര തിരക്കും, എല്ലാ ഷോപ്പും ഭയങ്കര തിരക്കും ഒക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഒരു തിരക്കൊന്നും ഇല്ലാത്തൊരു സമാധാനപരമായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാനും ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സീസൺ നോക്കിയിട്ട് വരണം എന്ന്. പക്ഷേ ഞാൻ കഫ്താൻ അന്വേഷിച്ച് കയറിയ ഷോപ്പിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ. ഈ മാക്സ് സ്റ്റുഡിയോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ആളും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സെലക്ഷനും പിന്നെ നമ്മൾ നോക്കിയിട്ട് നല്ല സാധനങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ന് കുറച്ച് അധികം നടന്നതുകൊണ്ട് നല്ല വിശപ്പൊന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഷോപ്പിംഗ് ഒക്കെ നിർത്തി അവസാനിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ ഫുഡ് അടിക്കാമെന്നും പറഞ്ഞിട്ട് കയറി. ഇത് ചേട്ടൻ എപ്പോഴോ ഏതോ റീലിലങ്ങാണ്ട് കണ്ടിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. രണ്ടുപേരിൽ ആരാണ് 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അത് വെക്കുക നോക്കാം. പോയി നജിൻ്റെ ഇതുവരെ പോയില്ല. വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണക്കളി നാളെ നമുക്കില്ലേ? ഇതാണ് അവിടെ ഇരിക്കുന്ന ഗ്രാമം. നമ്മളെ കുട്ടി ഷോപ്പിംഗ് കഴിഞ്ഞു. ലുലുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പം വീട്ടിലെത്തുന്നതിന് മുന്നേ ഒരു ലെൻസ് കാർട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് സ്പെക്സ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് പോയി കളക്ട് ചെയ്യാനും എളുപ്പമായിരുന്നു. അങ്ങനെ പോയിട്ട് അവിടെ ഓർഡർ കൊടുക്കണമായിരുന്നു.
ഒരു 4:30-5 മണിയായപ്പോൾ വീടെത്തി കേട്ടോ. വീടെത്തിയപ്പോഴത്തേക്കും അമ്മ പൂവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉത്രാടത്തിന് നമ്മൾ വൈകുന്നേരം വിളക്ക് ഒരുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അതിന് ഒരുപാട് പൂക്കൾ വേണം, പൂവിങ്ങനെ കോർത്തെടുക്കുകയും വേണം. അപ്പോൾ അമ്മ ഓൾറെഡി പൂവൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് അത് ഫുള്ള് ആ പൂ ഇരുന്നിട്ട് കെട്ടി അമ്മയ്ക്ക് കൊടുത്തു. അപ്പം നജും വന്നിട്ട് വിളക്കൊരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവ് ഇങ്ങനെ കെട്ടി വിളക്കിന് ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിലൊരു ഇങ്ങനെ റൗണ്ട് പോലത്തെ വളയം പോലത്തെ ഒരു സാധനം ഉണ്ടാക്കും. അത് അവൻ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ ഉണ്ടാക്കി അവൻ തന്നെ പൂവെല്ലാം സെറ്റാക്കി ഇട്ട് കൊടുത്തു. അമ്മ വന്നിട്ട് വിളക്ക് കൊളുത്തി. അന്നത്തെ ദിവസം ഇങ്ങനെ വിളക്കിങ്ങനെ ഒരുക്കി കൊളുത്തി വെച്ചേക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയും ഭയങ്കര ഒരു ഐശ്വര്യം ഫീൽ ചെയ്യും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ UK വെച്ചിട്ട് ഇതേപോലെ ഉത്രാടത്തിൻ്റെ ഒരു വിളക്ക്, അന്ന് നമുക്ക് ഇവിടെ അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരുക്കാനുള്ളത്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിങ്ങനെ കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് ഞാൻ വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ കാണിക്കുകയും ചെയ്തു, ഇതാണ് നാട്ടിലിങ്ങനെയാണ് ഉത്രാടത്തിൻ്റെ അന്ന് വിളക്ക് കൊളുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സാധാരണ കത്തിക്കുന്ന, അതായത് വിളക്ക് കൊളുത്തുന്ന സ്ഥലത്തല്ലാണ്ട് 2 സ്ഥലങ്ങളിലും കൂടി നമ്മളിങ്ങനെ അന്നത്തെ ദിവസം വിളക്ക് കത്തിച്ച് വെക്കും കേട്ടോ. അത് ഒന്ന് സിറ്റ് ഔട്ടിലും ഇങ്ങനെ വിളക്ക് കൊളുത്തി വെക്കും, പിന്നെ റൂമിലും വിളക്ക് കൊളുത്തി വെക്കും. അങ്ങനെ ഈ വിളക്ക് ഒരുക്കി കൊളുത്തുന്നതോടുകൂടി പ്രാർത്ഥിക്കുന്നതോടുകൂടി നമ്മുടെ ഉത്രാടത്തിൻ്റെ പരിപാടികളൊക്കെ കഴിയും. ഇനി അടുത്ത തിരുവോണമാണ്. അപ്പോൾ തിരുവോണം വ്ലോഗായിട്ട് കാണുന്നവരെ ബൈ.